യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ച് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോവാണ്. സ്ഥലം എവിടെയാണെന്ന് ഞാൻ കുറച്ച് പറയാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അലക്സ അവിടെയുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ആൽബിനെയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിലെത്തി. രാത്രി 11:30 എയർപോർട്ട് ഖാലിയാണ്. കാര്യം നമ്മൾ നേരത്തെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യണം കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പി പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു കൊട്ട പോലെ. ആ കൊട്ടേൻ്റെ ഉള്ളിൽ നമ്മുടെ ബാഗ് ഫിറ്റ് ആവണം. അത് ഫിറ്റ് ആയില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ട്രോളി ബാഗ് ഒന്നും അലൗഡ് അല്ല. അങ്ങനെ നമ്മുടെ ജിനുവും ജോയ്സൊക്കെ എത്തി. അങ്ങനെ നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് ചെക്കിനെല്ലാം ചെയ്ത് അകത്തോട്ട് കയറണം. അപ്പം നോക്കി എല്ലാവരുടെ കുറേ പേരുടെ ബാഗ് ഫിറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അവരെല്ലാം എക്സ്ട്രാ പൈസ കൊടുത്ത് പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നമ്മുടെ പെട്ടി ഫിറ്റ് ആവണം, അല്ലെങ്കിൽ അത് നമ്മൾ കയറ്റി വിടത്തില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. അത് കാരണം എല്ലാവരും 3-4 ജോഡി ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് പെട്ടിയിൽ നിന്ന് സെറ്റാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മൾ ഗേറ്റിലേക്ക് പോവുകയാണ്. ബാക്കി ഹായ്, താങ്ക് യു. നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പൊ ഡെസ്റ്റിനേഷൻ ഏതാണ്? മൊറോക്കോ. മൊറോക്കോയിലെത്തി. നമ്മൾ ഇവിടെ ഒരു വണ്ടി റെന്റിന് എടുത്തു. അപ്പൊ ഈ വണ്ടി 2 ദിവസത്തേക്ക് നമ്മുടെയാ. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ വണ്ടിയിലുണ്ട്. ജോയ്സ് നമ്മുടെ ഈ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റ്. ജോയ്സ് ആണ് ഇപ്പത്തെ വണ്ടി ഓടിക്കുന്നത്. അലക്സ് ഉണ്ട്, ആൽബിനുണ്ട്, ജിനു ഉണ്ട്. അത് നല്ല ഊളയുണ്ട്. ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തത്. കാരണം നമ്മൾ 5 പേരുള്ളത് കൊണ്ട് റൂം എടുക്കുന്നതിനേക്കാളും ചീപ്പ് ആൻഡ് നൈസ് ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ റൂമിലേക്ക് നമ്മൾ കയറുവാണ്. വെയിറ്റ് ചെയ്യുന്ന ഇതെന്താ? ഓ, ഇത് കിച്ചൺ. കിച്ചൺ, ബാൽക്കണി എല്ലാം ഉണ്ട്. എല്ലാം ലൈറ്റ് ഇടും. പോഷ് സെറ്റപ്പ് ആണല്ലോ. കേട്ടൻ പറഞ്ഞ എന്താ വ്യൂ നോക്കാം. Wow, what a lovely view. ഹായ്, നൈസ്. ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു ഫീൽ അല്ലേ. നമ്മൾ റെഡിയൊക്കെ ആയി പുറത്തിറങ്ങി. അപ്പം റംസാൻ ആയതുകൊണ്ട് ഇവിടെ ഒന്നും കടകളില്ല. സോ നമ്മളൊരു KFCയിൽ വന്നിട്ട് തൽക്കാലത്തേക്കുള്ള സ്നാക്കൊക്കെ കഴിച്ചു. കാരണം ഇന്നലെ രാത്രിയല്ലേ കഴിച്ചത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി റൂമിൽ പോയിട്ട് നമ്മൾ ഡെസേർട്ട് സഫാരിയാണ്. അപ്പം അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി റൂമിൽ വരും. മൊറോക്കൻ ദിർഹംസ്. Kase, the pani, the money. In Morocco. Thank you so much. ഈ പുള്ളി നമ്മുടെ ഗൈഡ്. അപ്പം എന്താ പ്ലാൻ, ഇന്നത്തെ രാത്രിയിലത്തെ പ്ലാൻ എന്തൊക്കെയാന്ന് പുള്ളി പറഞ്ഞു തരുമോ? Portugal, Ronaldo. Where from? Poland, yeah. I want to ski. ഇത് മുക്കി തിന്നാണ് ബ്രെഡാ? ബിസ്മില്ലാ. എങ്ങനെയുണ്ടാ? വരുന്നില്ലല്ലോ. എങ്ങനെയുണ്ടടി? നമ്മള് പറഞ്ഞു പീനട്ട് നല്ലതായിരിക്കും.
അങ്ങനെ നമ്മൾ ഡെസേർട്ടിലെത്തി. ഇവർ നമ്മൾക്ക് വെക്കാൻ അവരൊരു തല വയ്ക്കുന്ന ഒരു സാധനം തന്നു. കാരണം ഇവിടെ ഫുൾ പൊടി ആയതുകൊണ്ട് പൊടിയെല്ലാം ഒരു വഴിയാവും. സോ നമ്മളൊരു ഫസ്റ്റ് ബൈക്ക് റൈഡ്. അപ്പൊ നമ്മള് എന്താ ഇതിന് പറയുന്നേ, കോഡ് റൈഡ് കഴിഞ്ഞ് മരുഭൂമിയിൽ കൂടെ കോഡ് റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. I like it. Move it. Thank you, brother. Thank you. That was really nice. Yeah. Thank you, brother. It was really nice. ഞാൻ കണ്ടു. ഇതാണ് നമ്മുടെ ഗൈഡ്. ഇപ്പൊ പുള്ളി എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാണ്. അടിപൊളി 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 അടിപൊളി. You welcome in Morocco. You welcome in Agafite. Yes. Welcome to Morocco. Welcome to Morocco. Atlas Mountain, my village, every You welcome every day. Every day. അപ്പൊ മൊറോക്കോ എന്ന് പറഞ്ഞത് ഒരു ആഫ്രിക്കൻ കൺട്രി. With brother. Come brother. Hey guys, namaste from Marrakesh. Namaste from Marrakesh. Habibi, come to Dubai. No, Habibi, come to Morocco. Come to Morocco. Morocco, Morocco. ഇവിടെ നമ്മള് 50 യൂറോ കൊടുത്ത് 50 യൂറോ അല്ലേ 50 യൂറോ 50 മൊറോക്കൻ ദർഹം കൊടുത്ത് എല്ലാരും ഓരോ സ്റ്റാഫ്. كرات عيال فين كرات കളർ ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഞാൻ കളർ ചേഞ്ച് ചെയ്തു. വേറൊരു കളറാണ്. ഞാൻ യെല്ലോ ചൂസ് ചെയ്തു. ഹബീബി, നമ്മളിനി ഒട്ടകത്തിന്റെ മണ്ടയിൽ കയറാൻ വേണ്ടി പോവാണ്. ഒട്ടക റൈഡ് അടിപൊളിയായിരുന്നു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. മൊറോക്കൻ ട്രഡീഷണൽ ഫുഡാണോ? ആ ട്രഡീഷണൽ ഫുഡാണ്. ചിക്കൻ ആണെന്നാണ്. ചിക്കൻ താജി. ഇതാത് ചിക്കനാ. ഇന്ന് രാവിലെ മുതൽ ചിക്കനാണല്ലോ നമ്മള്. ഇഷ്ടപ്പെട്ടോ? ഇതാണ് താജി, മൊറോക്കൻ സ്പെഷ്യൽ ഡിഷാണ്. പിന്നെ സൂപ്പ്, ബ്രെഡ്, അങ്ങനെ പല സാധനങ്ങളും നമുക്ക് കിട്ടി.
ഗ്രാൻഡ് ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഫയറിൻ്റെ ചുറ്റും ഇരുന്ന് ഇപ്പോൾ കുറച്ച് വോമായി ഇരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളായിരുന്ന ബാക്കി രാജ്യക്കാരും എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ചായിരുന്നത്. അപ്പം പാട്ടൊക്കെ പാടി അവരവരുടെ പാട്ട് പാടുന്നു, നമ്മൾ നമ്മുടെ പാട്ട് പാടുന്നു. ആർക്കും ആരുടെയും പാട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും നമ്മൾ വൈബൊക്കെ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കൊരു ഫയർ ഷോയും ഉണ്ടായിരുന്നു. Dale a tu cuerpo alegría, Macarena.